ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഞാനൊരു ഹലോ ഗായ്സ് പറഞ്ഞിട്ട്, കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അച്ഛനോടും എൻ്റെ പിള്ളേരോടൊക്കെ യാത്ര പറഞ്ഞു പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. പെട്ടെന്ന് 2-3 ദിവസം അടുപ്പിച്ച് ലീവ് വന്നപ്പോൾ നമ്മൾ പെട്ടെന്നിട്ടൊരു പ്ലാനായിരുന്നു, ഒരു ട്രിവാൻഡ്രം യാത്ര. ഒരു 8 മണിയായപ്പോൾ ഡിസൈഡ് ചെയ്തു. 11 മണിക്ക് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ദൂരയാത്ര പോകുമ്പോഴും 2 അമ്പലത്തിൽ പോയി ഇങ്ങനെ കാണിക്കിട്ടിട്ടാണ് പോവാറ്. അതിലൊരമ്പലം മൂടാമ്പാടിയാണ്, അടുത്ത അമ്പലം നമ്മുടെ അമ്പലപ്പുഴ അമ്പലമാണ്. അങ്ങനെ 2 പോയി പ്രാർത്ഥിച്ചു. അമ്പലപ്പുഴയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിക്കിടാനാണ് പോയത്. പക്ഷേ ഒരു അമ്മൂമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പൈസ അമ്മൂമ്മയ്ക്ക് കൊടുത്തിട്ടിങ്ങ് പോന്നു. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പെട്ടെന്നെടുത്ത് തീരുമാനമായതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ത്രെഡ് ചെയ്യാൻ കൂടി പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഞാൻ ത്രെഡ് ചെയ്തത് നമ്മുടെ കസിൻ്റെ മാരേജിൻ്റെ ടൈമിലായിരുന്നു. എന്തിനാ ഇപ്പോൾ യാത്ര പോകാൻ ത്രെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി വേണ്ടേ ഗൈസ്. ആക്ച്വലി ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാറുണ്ട് പുതിയത്. അതുപോലെ തന്നെ ത്രെഡൊക്കെ ചെയ്തൊന്ന് കുട്ടപ്പിയാവാറാണ് പതിവ്. പക്ഷേ ഈ വട്ടം ഒന്നിനും ടൈം കിട്ടിയില്ല. പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കിടക്കായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മളങ്ങ് ഇറങ്ങി. പിന്നെ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അങ്ങ് പോയി. നമുക്ക് രണ്ടുപേർക്കും ഒരു റീഫ്രഷ്മെൻറ്റ് അത്യാവശ്യമാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് തിരുവനന്തപുരം നമ്മൾ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ, ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടണം എന്ന് വിചാരിച്ചായിരുന്നു. എനിക്ക് പൊങ്കാല ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആറ്റുകാൽ അമ്മയെ കാണുക എന്നുള്ളതായിരുന്നു ട്രിവാൻഡ്രം നമ്മൾ എടുത്തതിനുള്ളൊരു ഉദ്ദേശം. പിന്നെ നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ കണ്ണൂരൊക്കെയാണ്. നമ്മൾ ലൈവിൽ വരുമ്പോൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കണ്ണൂരുകാരാണ്. ഞാൻ ഒരാളുടെ പേരും എടുത്തു പറയുന്നില്ല. എന്നെ ഒരുപാട് പേര് കണ്ണൂരിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂർക്ക് വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. സോ നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന വേറൊരു സ്ഥലം കണ്ണൂരായിരുന്നു. പക്ഷേ കണ്ണൂർ നമുക്ക് ബൈ റോഡ് പോകാനൊരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ട്രിവാൻഡ്രം സെലക്ട് ചെയ്തത്. നമ്മൾ ഓൾറെഡി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ട്രിവാൻഡ്രം എത്തിയപ്പോൾ ഒരു 3:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം ഒരു 2 മണിയായിരുന്നു. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ആദ്യം നമുക്ക് മ്യൂസിയം ഒക്കെ കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മളൊരു 3:30-4 മണിയൊക്കെ ആയപ്പം മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വെയിലൊന്നും തീരെ കുറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വെയിലിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പണ്ടൊരിക്കലും മ്യൂസിയവും സൂ ഒക്കെ വന്നിട്ടുണ്ട്. സൂവിലൊക്കെ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ സൂവിൽ അത്രയും നടക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മുടെ സൂ അങ്ങ് കട്ട് ചെയ്തിട്ട് മ്യൂസിയത്തിലേക്ക് ആദ്യം പോയത്. കാർ പാർക്കിങ്ങിന് എനിക്ക് തോന്നുന്നു 150 or 200 എന്തോ ആയിരുന്നു. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അകത്ത് കയറി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എനിക്ക് തോന്നുന്നു 60 ആയിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ ഒരുപാട് നല്ല നല്ല ബോഗൻവില്ലാസ്. ആക്ച്വലി ഇപ്പം നമുക്ക് കുറച്ച് ചെടിയുടെ ക്രൈസ് ഉള്ളതുകൊണ്ട് ഇതിലേക്കാണ് ആദ്യം കണ്ണു പോകുന്നത്. അമ്മയും കൊണ്ട് വന്നിരുന്നെങ്കിൽ അമ്മ ഇവിടെ തന്നെ നിന്നേനെ. കാരണം അമ്മയ്ക്കിപ്പോൾ ഭയങ്കര ചെടിയുടെ ക്രൈസാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി ആ മ്യൂസിയമൊക്കെ കണ്ടു. മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ വന്ന് കുറച്ച് നേരം ബെഞ്ചിൽ വന്നിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് കണ്ടു ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. മ്യൂസിയത്തിലും ഒരുപാട് തിരക്കില്ലായിരുന്നു. എന്നാലും അത്യാവശ്യം വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മ്യൂസിയമൊക്കെ കണ്ടിറങ്ങി. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, കുറച്ച് വെയിലും ഉണ്ടോ ആകെപ്പാട് നമ്മൾ തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പം അവിടെ അതിലും വലിയ പ്രശ്നം. ആക്ച്വലി ഒരു വണ്ടി കൊണ്ട് ഫ്രണ്ടിലിട്ടതാണ്. ആ പുള്ളിയൊന്ന് മാറ്റിയാൽ ബാക്കിയുള്ള എല്ലാ വണ്ടികൾക്കും പോകാം. പക്ഷേ പുള്ളി എന്ത് ചെയ്താൽ വണ്ടി മാറ്റില്ല. കാണുന്ന കിയ കണ്ടോ, പുള്ളി എന്തായാലും വണ്ടി മാറ്റത്തില്ല എന്നുള്ള ശബ്ദത്തിലാണ്. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ വണ്ടി എടുത്ത് നമ്മുടെ റൂമിലെത്തി. നമ്മൾ ഈ മാധുര റെസിഡൻസിയിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അടുത്താണ് ഈ റൂം വരുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ട് 5 മണിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു ചെക്ക് ഇൻ ചെയ്തത്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് കയറി. മേക്ക് മൈ ട്രിപ്പ് വഴിയായിരുന്നു നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു GST എല്ലാം കൂടെ ചേർത്തിട്ടൊരു അറൗണ്ട് 2K ആയിട്ടുണ്ടായിരുന്നു റൂമിന്. 2 പേർക്ക് സുഖമായിട്ട് നിൽക്കാം. അത്യാവശ്യം നല്ല ക്ലീനും ഹൈജീനിക് ആയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു.
നമ്മൾ ഉച്ച ടൈമിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബ്ലോക്കൊന്നും എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇവിടം വരെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാത്തതിൻ്റെയും പിന്നെ കുറച്ച് വെയിൽ കൊണ്ടതിൻ്റേതായിട്ടുള്ള പ്രശ്നം നമുക്കുണ്ട്. എനിക്ക് വെയിൽ കൊണ്ടാലൊക്കെ മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തലവേദനയായിരിക്കും. അതുകൊണ്ട് വന്നപ്പോഴേ എനിക്ക് തലവേദന രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഒരു മെഡിക്കൽ കിറ്റ് കയ്യിൽ കരുതുന്നത് കൊണ്ട് അതിനൊരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം മരുന്ന് എടുത്തിട്ടില്ല, ഫുഡൊക്കെ കഴിച്ചിട്ട് മരുന്ന് എടുക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്തു. ഇവിടെ ജസ്റ്റ് റൂം സർവീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് റെസ്റ്റോറൻറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ജസ്റ്റ് റൂം മാത്രമുള്ള റെസിഡൻസി ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ വെളിയിൽ പോകണം. അപ്പം നമ്മൾ വന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ എല്ലാ അമ്പലത്തിലും നട തുറക്കുന്ന ടൈമും നട അടയ്ക്കുന്ന ടൈമും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിളിൽ 5 മണി തൊട്ട് നട തുറക്കും. 5 മണി തൊട്ട് 6:30 വരെ ആണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ വേഗം ഫ്രഷായിട്ട് പത്മനാഭസ്വാമി ടെമ്പിളിലേക്ക് പോവാണ്. നമ്മുടെ ഇവിടുന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ പത്മനാഭസ്വാമി ടെമ്പിളിലേക്ക്. കണ്ടോ, ആ ഫ്ലെക്സിൽ എല്ലാ ടൈമിങ്സും കൊടുത്തിട്ടുണ്ട്. ആറ്റുകാലിലെ ഉണ്ട്, പത്മനാഭസ്വാമി ടെമ്പിളിലെ ഉണ്ട്, അതുപോലെ തന്നെ പഴവങ്ങാടിയിലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പത്മനാഭസ്വാമി ടെമ്പിളിലേക്ക് പോവാണ്. അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു ദിവസം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് തൊഴാൻ പറ്റി ഭഗവാനെ. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു പായസമൊക്കെ വാങ്ങിച്ചു, പിന്നെ ഒരു ചായ കുടിച്ചു, പിന്നെ ഒരു വട കഴിച്ചു. അതിനുശേഷം നമ്മൾ വീണ്ടും റൂമിലേക്ക് പോയിട്ട് നമുക്ക് ശംഖുമുഖം ബീച്ചിലൊക്കെ പോകാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ എലക്ഷൻ്റെ ഇത് കാരണം നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സുഡ ഇഡ്ഡലിയിലേക്ക് വന്നു. ഇപ്പം നമ്മൾ സുധീർ കരമനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹം പോയതാണ് ഗൈസ് നിങ്ങൾ കണ്ടത്. അങ്ങനെ സുഡ ഇഡ്ഡലി വന്നപ്പം അവിടെ അതിലും തിരക്ക്. നമ്മുടെ മഴവിൽ മനോരമയിൽ ഒരു ഷോ ചെയ്ത വെങ്കടേഷ് അയ്യറില്ലേ, പുള്ളിയുടെ ഷോപ്പാണത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവരുടെ ഷോപ്പ്. അപ്പം അങ്ങനെ കരുതിയപ്പം നമ്മൾ പോയ റൂട്ടിൽ തന്നെ ഈ ഷോപ്പും കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നല്ല പൊടിയിഡ്ഡലിയൊക്കെ കഴിച്ചു, റൂമിൽ പോയി ഉറങ്ങി. നെക്സ്റ്റ് രാവിലെ നമ്മൾ ആറ്റുകാലിലേക്ക് വന്നു. ആറ്റുകാൽ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ആറ്റുകാലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം അകത്ത് കയറി തൊഴുതു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ഞാൻ കണ്ടത് നോർത്ത് ഇന്ത്യൻസിനെ കേട്ടോ. നോർത്ത് ഇന്ത്യൻസ് വന്ന് ഇടിയോടിടിയായിരുന്നു. പക്ഷേ നോർമലി കാണുന്ന അത്ര ഇടിയില്ലായിരുന്നു, എന്നാലും ഇടി ഉണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി തൊഴുതു. തിരിച്ചു വന്ന് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. തിരിച്ചു വന്നിട്ട് ചേട്ടൻ വീണ്ടും പായസം വാങ്ങിക്കുകയാണ്. ചേട്ടനെ കുറച്ച് പായസത്തിൽ ക്രേസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്ന് ഒരു പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആറ്റുകാലിലും വന്ന് പായസം ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ വെള്ളിയിൽ SBI ATMലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ചേട്ടനൊരു പണി കിട്ടി. ചേട്ടന് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചു കുറച്ച് ആൾക്കാരെ സമീപിച്ചു. ചേട്ടൻ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. എനിക്കൊരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് പുള്ളി എടുത്തു തന്നില്ല കേട്ടോ. ആദ്യം എന്നെ വഴക്ക് പറഞ്ഞ ആളാണ്. അപ്പോൾ പുള്ളിക്ക് പണി കിട്ടിയത് ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോയിലൊന്ന് പകർത്തിയതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വന്ന് നാരങ്ങ വിളക്ക് കത്തിക്കണം എന്നും എനിക്കുണ്ടായിരുന്നു. 50 രൂപയാണ് നാരങ്ങ വിളക്കിന്. അങ്ങനെ നാരങ്ങ വിളക്കൊക്കെ വാങ്ങിച്ചു, കത്തിച്ചു. ഞാൻ ഒരുപാട് വീഡിയോസിലും കാണുന്നതാണ്. അപ്പോൾ എനിക്ക് വരാൻ പറ്റുമെന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും വരാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഒരുപാട് കാരണങ്ങളാൽ. പക്ഷെ നമുക്ക് എന്തായാലും നന്നായിട്ട് തൊഴാൻ പറ്റി ദേവിയെ. നമ്മൾ പോയ എല്ലാ അമ്പലത്തിലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പോവാണ്. ഈ ഡ്രസ്സ് നമ്മുടെ ലോക്കാട്ടിൻ്റെ തന്നെ ഒരു 3 പീസ് സെറ്റാട്ടോ. അങ്ങനെ നന്നായിട്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലായിടത്തും കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, പിന്നെ വെയിൽ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ രാവിലെ വെയിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഈ ജസ്റ്റ് നമ്മൾ പോയെന്ന് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണമല്ലോ. അങ്ങനെ കുറച്ച് എടുത്ത വീഡിയോസാണിതൊക്കെ. അങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നാരങ്ങ വിളക്കൊക്കെ വെച്ചു. പിന്നെന്താണ്, അങ്ങനെ നമ്മൾ ആറ്റുകാലിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഉണ്ണിയപ്പൊക്കെ നമ്മൾ തന്നെ കുറച്ച് കഴിച്ചു. നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്, രാവിലെ നമ്മുടെ പ്ലാൻ ഫുൾ ടെമ്പിൾ വിസിറ്റ് ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് കരിക്കകം പോകണമായിരുന്നു, പിന്നെ പഴവങ്ങാടി, പിന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ആറ്റുകാലിൽ നിന്ന് ഇറങ്ങി കരിക്കക അമ്പലത്തിലോട്ട് പോകണം. ഇവിടെയൊക്കെ ഉത്സവമായിരുന്നു എന്ന് തോന്നുന്നു. പത്മനാഭസ്വാമി ടെമ്പിളിൽ ഉത്സവമായിരുന്നു. നമ്മൾ വെള്ളിയാഴ്ച എന്തോ ഉത്സവമായിരുന്നു.
നെക്സ്റ്റ് ഡേ എന്തോ ആണ് നമ്മൾ പോയത്. ഇവിടെ ഉത്സവമായിരുന്നു. ഉത്സവത്തിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ അഴിക്കുന്നതേ ഉള്ളൂ. ഇവിടെയും തിരക്കൊക്കെ കുറവായിരുന്നു. നന്നായിട്ട് നമുക്ക് ദേവിയെ കണ്ട് തൊഴാൻ പറ്റി. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ പണ്ട് ഒരിക്കൽ എപ്പോഴോ അമ്മയുടെ കൂടെ കരയോഗത്തിൽ നിന്നോ മറ്റോ ഇങ്ങനെ തിരുവനന്തപുരം വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ ഈ കരിക്കകവും ആറ്റുകാലും പത്മനാഭസ്വാമി ടെമ്പിളും സൂ ഒക്കെ പോയി എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് പണ്ടെപ്പോഴോ പോയൊരു ചെറിയ ഓർമ്മയാണുള്ളത്. അപ്പം നോക്കിയപ്പോൾ ഇതാ ഒരു ഫ്ലൈറ്റ് പോകുന്നു. എനിക്ക് ഫ്ലൈറ്റ് ഭയങ്കര ക്രേസാട്ടോ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഫ്ലൈറ്റിനെയും വീട്ടിൽ ആ ഒരു വിഷ്വൽ എടുത്തു. ആക്ച്വലി ഇത് എയർപോർട്ടിനടുത്താണല്ലോ ഈ ഒരു അമ്പലം വരുന്നത്. അതുകൊണ്ട് ഫ്ലൈറ്റ് നല്ല താഴെ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കയറി നന്നായിട്ട് തൊഴാൻ പറ്റി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങി. അവിടുന്ന് വാങ്ങിച്ചു നമ്മളൊരു പായസം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോയത് പഴവങ്ങാടിയിലേക്കായിരുന്നു. അവിടെ കുറച്ചധികം തിരക്കായതുകൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ അവിടുന്ന് നടന്ന് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഫ്രണ്ട് നമ്മൾ കണ്ടില്ലല്ലോ, നമ്മൾ പടിഞ്ഞാറേ നടയിൽ കൂടെ ആണല്ലോ കയറിയത്. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലൊക്കെ വന്ന് കുറച്ചൊരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. അവിടെ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലെത്തി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടുന്ന് മാറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഭയങ്കര വെയിലായിരുന്നു. വെയിലൊരു രക്ഷയില്ല. നമുക്ക് ഈ തലവേദനയുടെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി നിന്നേനെ. ടാനൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല, പക്ഷേ തലവേദന കുറച്ചധികം പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്നു. പത്മതീർത്ഥക്കുളമൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് റൂമിലേക്കല്ല പോയത്, നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാനാണ് ഗൈസ് പോയത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഇടാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സജഷൻസ് നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞും തരണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.